കാട്ടുകള്ളം ചെയ്തതിന് അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കുമ്പോൾ നിങ്ങൾ അത് താങ്ങി പിടിച്ചുകൊണ്ട് വഴിമുടക്കുകയാണ് ഇവിടെ ജില്ലാ ആശുപത്രിയുടെ. എന്നിട്ടത് പറ്റുമെങ്കിൽ പറയുകയാണ് എം സ്വരാജിൻ്റെ മേലിലും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെ മേലിലും പറ്റുമെങ്കിൽ പിണറായിയെ പ്രതിയാക്കാം. എന്തുകൊണ്ട് പറഞ്ഞില്ല പിണറായി രാജിവെക്കണമെന്ന്? അത് കാത്തിരിക്കുകയായിരുന്നു കേരളത്തിലെ ജനത. ഒന്ന് ഞാൻ ഉത്തരം പറയാമല്ലോ, അത് കഴിഞ്ഞ് അങ്ങ് ഇടപെടാവൂ. ഒന്നാമത്തെ മിനിറ്റിലാണ് അങ്ങ് ഇടപെട്ടത് കേട്ടോ. ഒന്നാമത്തെ മിനിറ്റിൽ അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം, ഒരു സംശയം വേണ്ട. അത് പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഒന്ന്, അങ്ങ് ചോദിച്ചത് ഈ പറയുന്ന KSEBക്ക് എന്ത് ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അവിടെ KSEB ഇങ്ങനെ കരണ്ട് വലിക്കുന്നുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതിപ്പെട്ടിട്ട് KSEB അവിടെ സൈറ്റ് വിസിറ്റ് നടത്തിയോ? അതാണ് വസന്ത്, അത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വാർത്തയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല അവിടെ. ആരാണ് നിങ്ങൾ വസന്ത് തെളിവ് കൊണ്ടുവരും? ആരാണ് ഈ പരാതി കൊടുത്തത്? ഏതോ ഒരു അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ മാതാവ് എന്ന രീതിയിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി കൊണ്ടുവരണ്ടേ? ഇന്നയാളാണ് പരാതി കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞോളൂ. അത് പറഞ്ഞപ്പോൾ അതിന് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നുള്ളതേ ഉള്ളൂ. വസന്ത് പറഞ്ഞോളൂ. അങ്ങയുടെ ചോദ്യം എനിക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റുന്നില്ല. PCR ഒന്ന് പറയൂ. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയട്ടെ, KSEB കരണ്ട് മോഷണം അപ്പം നടക്കുന്നുണ്ട് എന്ന് KSEB സമ്മതിക്കുകയാണ്. ആ കരണ്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി KSEBക്ക് തന്നെ വിജിലൻസും ഇന്റലിജൻസും സംവിധാനമുണ്ട്. ഇൻസ്പെക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്, ചെക്കിംഗ് ഇൻസ്പെക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്. എന്താ ഇവർക്കൊക്കെ പണി? രണ്ടാമത് അങ്ങ് ചോദിച്ചു, അങ്ങനെ കരണ്ട് അടിച്ച് ആരെങ്കിലും മരിച്ചാൽ അത് KSEB പഠിക്കാൻ പറ്റുമോ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കേരള ഹൈക്കോടതിയിൽ എറണാകുളത്തുണ്ടായ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. റോഡപകടം ഉണ്ടായാൽ, അങ്ങനെ ചോദ്യം അതായിരുന്നല്ലോ, റോഡപകടം ഉണ്ടാകുമ്പോൾ അതിലൊരു ഭാഗമാക്ക്, ഒരു ഉത്തരവാദിത്തി, ഒരു റെസ്പോണ്ടന്റ് അത് സംസ്ഥാന സർക്കാരാണ്, അത് സർക്കാരാണ്, ഭരിക്കുന്ന സർക്കാരാണ് എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ കണ്ടിട്ടുണ്ട്. നോക്കൂ, ഞാൻ പറയുന്ന ഈ കാട്ടുകളെ പിടിക്കാൻ എവിടെയാണ് നിങ്ങളുടെ പോലീസ്? നിങ്ങൾ പഞ്ചായത്ത് വെടിവെച്ചോ, തോക്കെടുത്തോ, ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചില്ലേ? എവിടെ നിങ്ങളുടെ പോലീസ്? കഴിഞ്ഞ 2 മാസം 3 മാസമായി ഈ കാട്ടുകള്ളൻ, നേരത്തെ MJ പറഞ്ഞതുപോലെ കാട്ടുകള്ളനെ പിടിച്ചത് കേരളത്തിലെ പോലീസ് അല്ലേ? പോലീസ് എന്ത് പറയുന്നത്? ഈ കാട്ടുകള്ളനെ 24 മണിക്കൂറിനുള്ളിൽ പിടിച്ചത് കേരളത്തിലെ പോലീസ്. അതെന്താണ് പറയാതിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഈ വസന്ത് പറഞ്ഞത് ന്യായമാണെങ്കിൽ ഈ ഹൈക്കോടതിയുടെ റൂളിംഗ് ഒക്കെ വരികയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഈ കർണാടകത്തിൽ വലിയ ദുരന്തം ഞാൻ ആദ്യം ചോദിച്ചതാണ്. കർണാടകത്തിലെ ദുരന്തം ഉണ്ടായപ്പോൾ കർണാടക സർക്കാർ കോൺഗ്രസ്സുകാർ രാജിവെച്ച് പോകേണ്ടതായിരുന്നില്ലേ? ആ ചോദ്യം ചോദിക്കേണ്ടതല്ലേ വസന്തേ? ആ ചോദ്യം കൂടി ചോദിക്കേണ്ടതല്ലേ? അതാണ് ശരിക്കും സ്റ്റേറ്റ് സ്പോൺസേഡ് കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത്, കർണാടകത്തിൽ നടത്തിയത്. അല്ലല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് RCBയുടെ ഡയറക്ടർ ജനറൽ തന്നെ അന്വേഷണം നേരിടുകയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഞാൻ പറയുന്നത് ഞങ്ങൾ ആരും ഇപ്പോ ഈ വനമന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞോ? ഞങ്ങൾ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ മാന്യതയോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. പൊളിറ്റിക്കൽ ചൈൽഡിഷ്നെസ് കാണിക്കരുത്, മെച്യൂരിറ്റി ഉണ്ടാവണം. സർവകക്ഷി യോഗം വിളിച്ചിട്ട് അവിടെ നിന്ന് ചായയും കുടിച്ച് ഇറങ്ങിപ്പോയിട്ട് സർവകക്ഷി യോഗത്തിൽ ഇരിക്കാതെ പോയി പാട്ട് പാടാൻ പോകരുത്. ഇച്ചിരി ഉത്തരവാദിത്വം വേണം. എന്തിനാ ഈ മന്ത്രി ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? മുന്നണി മര്യാദ പ്രകാരം അയാൾ മാറേണ്ടിയിരുന്നില്ലേ? എന്നിട്ട് അയാളെ മാറ്റാതെ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നേ പറയുന്നേ? അല്ല വസന്തേ, ഇത് നേരത്തെ വസന്ത് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഒരു 5ാമത്തെ പ്രാവശ്യമാണെന്ന് ഇത് ആവർത്തിക്കുന്നത്. നമ്മളിതിൽ ഗൗരവമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ഒരു വിഷയമാണ് ഇത്. നേരത്തെ തന്നെ വസന്ത് പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു മറുപടി. ഇങ്ങനെ ഒരു കാട്ടുകള്ളൻ കരുതി വെച്ച ഒരു ഉണ്ടാക്കിയ ഒരു കുഴപ്പത്തിൽ ഒരു പിഞ്ചു കുഞ്ഞു മരിക്കുന്നു. അതങ്ങനെ തന്നെ ഒരു അപകടമായി തന്നെ കാണണം. അപ്പോൾ ആ അപകടമായി കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിനുണ്ടായ വിഷമം അതെല്ലാം പരിഹരിക്കണം. അതിലായിരുന്നു നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടിയിരുന്നത്. അതിന് പകരം ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ, ഇങ്ങനെ വില കുറഞ്ഞ രാഷ്ട്രീയം കാണിക്കരുതെന്നാണ് പറഞ്ഞത്.